ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ താൻ വിവരം അറിയും. പിയുടെ കാര്യം നോക്കിയാ മതി. എന്നെ വരട്ടാൻ വരണ്ട കേട്ടോ. അതെ, മിനിസ്റ്ററുടെ കാര്യം നോക്കാനാണോടോ പി എ, അല്ലാതെ തന്റെ കുമ്മാട്ടികളി കാണാനല്ല. മനസ്സിലായോ? അദ്ദേഹം നമ്മുടെ നേതാവും ബഹുമാനപ്പെട്ട മന്ത്രിയൊക്കെ അല്ലേ? കാണാൻ അനുവാദം തന്നിട്ടുണ്ട്. ഞാനൊന്ന് കണ്ടിട്ട് വരാം. അപ്പോ തിരികെ വരുമ്പോ എല്ലാരും കാണണേ. നവാ മണിക്കൂട്ട. എന്തൊരു എളിമയല്ലേ സാറിന്? എളിമയോ? ഇവനോ? ഇവൻ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായല്ലേ? ഇതൊക്കെ ഇവന്റെ ഒരു അഭിനയമല്ലേ? നമസ്കാരം പ്രതാപവർമ്മേ. നമസ്കാരം ആനന്ദമ്പിളെ, വരൂ. ഓ, ആഹാ, ഗോപിയേട്ടനോട് ഉണ്ടായിരുന്നോ? സന്തോഷമായി ഗോപിയേട്ട. നമ്മളൊക്കെ എത്രയോ കാലം മുമ്പ് കണ്ടവരല്ലേ അനന്തമ്പിള്ളേ? അതെ അതെ, എന്തെല്ലാം നല്ല ഓർമ്മകളല്ലേ ഗോപിയേട്ട. രാമേന്ദ്ര, ഒരു ചായ. അനന്തമ്പിള്ളക്ക് മധുരമാണല്ലോ. മധുരം ഒന്നും വേണ്ട. ഈ ഷുഗറിന്റെ കാര്യത്തിലേ ഞാൻ വലിയ ധനികനാണ്. പിന്നെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു അനന്തമ്പിള്ളെ? നന്നായി പോകുന്നു പ്രതാപവർമ്മേ. അതൊക്കെ എന്റെ മക്കളാ നോക്കുന്നത്. എനിക്ക് ഈ പറഞ്ഞ പോലെ 3 ആൺമക്കളല്ലേ. ഞാൻ ആ വഴി ഒന്ന് തിരിഞ്ഞു നോക്കാറ് പോലുമില്ല. മരുമോനും ഉണ്ടല്ലോ. മരുമകനങ്ങ് വീട്ടിലാണ് സർ. ഞാനിപ്പോ മിനിസ്റ്ററുടെ പി എ. ഓ സോറി, അത് ഞാനങ്ങ് മറന്നുപോയി. അല്ല, ഇദ്ദേഹം ആരാ? മനസ്സിലായില്ല. ഇത് ശ്രീഹരി, നമ്മുടെ പാർട്ടിയുടെ ഒരു അനുഭാവിയാണ്. മാത്രമല്ല എനിക്ക് വളരെ വേണ്ടപ്പെട്ടവനുമാണ്. അപ്പോൾ നിങ്ങൾക്കാർക്കും കോഫിയും ചായയൊന്നും വേണ്ടേ? ഞങ്ങളൊക്കെ 1-2 കോഫി കുടിച്ചിട്ടിരിക്കുക. ഉഗ്രൻ ചായ. പിന്നെന്താ അനന്തമ്പിള്ളയുടെ ഈ വരവിന്റെ ഉദ്ദേശം? പ്രത്യേകിച്ച് എന്തെങ്കിലും അജണ്ട? എനിക്ക് മിസ്റ്റർ പ്രതാപ് വർമ്മയോട് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാ ഞാൻ വന്നത്. പേഴ്സണൽ ആണോ? അല്ല, അതുകൊണ്ട് ഇവരിൽ ആര് നിന്നാലും എനിക്ക് യാതൊരു വിരോധവും ഇല്ല. എന്താന്ന് വെച്ചാ അനന്തമ്പിള്ള ചോദിക്കുക. ഏറെക്കുറെ ഒരേ സമയത്ത് ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നവരല്ലേ ഞാനും വർമ്മയൊക്കെ. അതിനെന്താ തർക്കം? അതെല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന കാര്യമല്ലേ. അനന്തമ്പിള്ള MLA-യും പാർട്ടി സെക്രട്ടറിയായി, ഞാൻ MLA-യും മന്ത്രിയുമായി. ഒരേ പ്രത്യയ ശാസ്ത്രത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന 2 വ്യക്തികളാണ് ഞാനും പ്രതാപ് വർമ്മയും. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് എന്നോട് ഇത്ര ഭയം? ഭയോ? ആർക്ക്? എനിക്കോ? എനിക്ക് ആരോടും ഒരു ഭയവും ഇല്ല. ഭയം എന്ന വാക്കേ എന്റെ ജീവിത നിഘണ്ടുവിലേ ഇല്ല. പിന്നെ എന്തിനാണ് വർമ്മയ്ക്കുണ്ടായ ആക്സിഡന്റ്
എന്റെ ഗൂഢാലോചനയുടെ ഫലമാണ്, അത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് നിങ്ങൾ എന്തിനാ പറഞ്ഞു നടക്കുന്നത്? അത് പാർട്ടി പ്രവർത്തകരുടെ ഒരു സിമ്പതി നേടാനുള്ള ശ്രമമല്ലേ? എനിക്ക് ആരുടെ സിമ്പതി വേണ്ട. നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. എനിക്കുണ്ടായ ആക്സിഡന്റ് നിങ്ങൾ ചെയ്യിപ്പിച്ചതാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോ ആ ആക്സിഡന്റിന്റെ പിന്നിൽ ഞാനല്ല എന്നുള്ള കാര്യം താങ്കൾ സമ്മതിക്കുന്നു അല്ലേ? ഇതെന്താ ഇത്? ഞാൻ ആരോപിച്ചിട്ടില്ലാത്ത കാര്യങ്ങള് ഞാൻ എന്തിനു തിരുത്തി പറയണം? എനിക്കൊരു ലോറി ആക്സിഡന്റ് ഉണ്ടായി. അത് അനന്തപിള്ള ചെയ്യിപ്പിച്ചതാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നീ എന്തിനാ പ്രതാപ എന്നെ ഇങ്ങനെ ഭയപ്പെടുന്നത്? ഏയ്, ഇയാള് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ താൻ വിവരം അറിയും. പിയുടെ കാര്യം നോക്കിയാ മതി. ദേ, എന്നെ വരട്ടാൻ വരണ്ട കേട്ടോ. അതെ, മിനിസ്റ്ററുടെ കാര്യം നോക്കാനാണോടോ പി എ, അല്ലാതെ തന്റെ കുമ്മാട്ടികളി കാണാനല്ല. മനസ്സിലായോ? മൈൻഡ് യുവർ ലാംഗ്വേജ്. രാജു വേണ്ട. ചിലരൊക്കെ അവരുടെ കൾച്ചറിനനുസരിച്ചല്ലേ സംസാരിക്കൂ. താനൊരു ജനപ്രതിനിധിയല്ലേ, ക്ഷമിച്ചേക്കാം. ഞാൻ തിരിച്ചു വരുന്നതിലും പാർട്ടിയിൽ സജീവമാവുന്നതിലും നീ വല്ലാണ്ട് ഭയപ്പെടുന്നുണ്ട് അല്ലേ പ്രതാപ? എന്ത് കാര്യത്തിന്? പാർട്ടിയിൽ ഞാനും എന്നെ മാത്രം സ്നേഹിക്കുന്ന കുറെ ആളുകളും മാത്രം മതിയോ? ഇതൊരു കടല, അതിലൊരു തുള്ളി പോലുമല്ല ഞാൻ. അനന്തപിള്ളേ, താൻ ഏതാണ്ട് വലിയ ആളാണെന്നാ താൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതാ തന്നെ ഞാൻ ഭയപ്പെടുന്നതായിട്ട് താൻ കാണുന്നേ. പ്രതാപവർമ്മയെ എനിക്ക് ശരിക്കറിയാം. അദ്ദേഹം ആരെയും ഭയപ്പെടുന്ന ആളല്ല. പ്ലീസ് ഗോവേട്ട, ഇത് ഞാനും വർമ്മയും തമ്മിലുള്ള പ്രശ്നമാണ്. നിങ്ങൾ വെറുതെ അതിൽ ഇടപെടണ്ട. പ്രശ്നം? എന്ത് പ്രശ്നം? എനിക്ക് തന്നോട് ഒരു പ്രശ്നവുമില്ല. ഉണ്ടടോ, തനിക്ക് എന്നോട് ഭയമാണ്. അത് ഭയമല്ലടോ അനന്ത, തന്നോടുള്ള അറപ്പും വെറുപ്പുവാ. എന്റെ പ്രസ്ഥാനം അഴിമതി രഹിതമായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കണമെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് കട്ടുമുടിക്കാനും സ്വത്ത് സമ്പാദിക്കാനൊന്നുമല്ല. ഇതൊരു കമ്മിറ്റ്മെന്റാ, പൊതുജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ്. ഞാൻ കട്ടുപിടിച്ചെന്നല്ലേ ഇപ്പോ താൻ പറഞ്ഞു വരുന്നത്?